ഹമാസിനെതിരെ അതിഗുരുതര ആരോപണവുമായി ഇസ്രായേൽ രംഗത്ത്. വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കരാർ പ്രകാരം ശനിയാഴ്ച ഹമാസ് വിട്ടയക്കേണ്ടത് ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ സിവിലിയൻ യുവതികളെയായിരുന്നു. എന്നാൽ അതിനു പകരമായി 4 വനിതാ സൈനികരെയാണ് ഹമാസ് വിട്ടയച്ചത്. ഇതിനു പിന്നാലെയാണ് അവരുടെ മോചനം നടന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ വമ്പൻ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. ഇനി കരാർ പ്രകാരം ശനിയാഴ്ച നെറ്റ്സാരിം ഇടനാഴിയുടെ വടക്കൻ മേഖലയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറേണ്ടതായിരുന്നു. അത്തരമൊരു പിന്മാറ്റം ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ സിവിലിയൻ യുവതി ആർബേൻ യഹൂദിന്റെ മോചനമുണ്ടാകുന്നത് വരെ നെറ്റ്സാരിം ഇടനാഴിയിൽ ഇസ്രായേലി സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ടാകും. ആർബേൽ യഹൂദിനെ മോചിപ്പിക്കണമെന്ന് തുടക്കം മുതൽ ഇസ്രായേലി സേന ആവശ്യപ്പെട്ടിരുന്നു. ശനിയാഴ്ച മോചിപ്പിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ആർബേൽ യഹൂദിന്റെ പേര് വേണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. അത് നിരാകരിച്ചുകൊണ്ടാണ് 4 വനിതാ സൈനികരുടെ മോചനം സംബന്ധിച്ച പട്ടിക കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തിറക്കിയത്. ഈ സമയം ഇസ്രായേലിൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേരുകയായിരുന്നു. ആ ക്യാബിനറ്റിലാണ് സൈനിക പിന്മാറ്റം ഉടൻ വേണ്ടെന്ന തീരുമാനം, സുപ്രധാനമായ തീരുമാനം ഇസ്രായേൽ ഭരണകൂടം കൈക്കൊണ്ടത്. എന്നാൽ ഈ 4 തടവുകാരുടെ മോചനം സുഗമമായി സാധ്യമാകുന്നതിന് വേണ്ടി ഇക്കാര്യം മറച്ചു വച്ചിരിക്കുകയായിരുന്നു. അവരുടെ മോചനം സാധ്യമാവുകയും അവരെ റെഡ് ക്രോസ് ഇസ്രായേലി സൈന്യത്തിന് കൈമാറുകയും ഇവരെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇസ്രായേലി ബോർഡർ കടക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ വമ്പൻ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിനെ ഹമാസ് അട്ടിമറിച്ചു. വെടിനിർത്തൽ കരാർ പ്രകാരം ശനിയാഴ്ച വിട്ടയക്കേണ്ട 4 പേരുടെ പട്ടികയിൽ കൃത്രിമം വരുത്തി. അതിനാൽ തന്നെ ഇസ്രായേൽ കരാർ പ്രകാരം നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് പിൻവാങ്ങില്ല. ഇനി ഇസ്രായേലിന്റെ പക്കലുള്ള സിവിലിയൻ വനിതയായ ആർബേൽ യഹൂദിന്റെ മോചനം വരെ ഇസ്രായേലി സേന പഴയ സ്ഥാനത്ത് നിലയുറപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടതാണ്. കാരണം ഈ വെടിനിർത്തൽ കരാർ അധികകാലം നീണ്ടുപോകില്ല എന്ന് യുദ്ധകാര്യ വിദഗ്ധരും അടക്കമുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നതുമാണ്. ഈ വെടിനിർത്തൽ കരാർ ഏതു വിധേനയും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസിന്റെ ഭീകരന്മാർ ഉണ്ടാക്കും. അത് അവർ ഉണ്ടാക്കിയാൽ ആ നിമിഷം ഇസ്രായേൽ കരാറിൽ നിന്ന് പിന്മാറും. കാരണം ആദ്യ ബന്ദിമോചനം സാധ്യമായ സമയത്തു തന്നെ ഗാസയിലെ ഹമാസിന്റെ നീക്കങ്ങളിൽ ഇസ്രായേലിന് അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ഗാസയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ ബങ്കറുകളിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരന്മാരല്ല ഈ ബന്ദികളെയും കൊണ്ട് ഫിലാഡൽഫി കോറിഡോറിലേക്ക് എത്തിയത്. മറിച്ച് ഈജിപ്തിന്റെ രാജ്യത്തിനകത്ത് ഈജിപ്റ്റ് നൽകിയ ഒളിയിടത്തിൽ കഴിഞ്ഞിരുന്ന ചതിയന്മാരായ ഈജിപ്തുകാർ ഒരുക്കി നൽകിയ ഒളിയിടത്തിൽ കഴിഞ്ഞിരുന്ന ഹമാസ് ഭീകരന്മാരാണ് ബന്ദികളെയും കൊണ്ട് ഈജിപ്റ്റ് അതിർത്തി കടന്ന് ഫിലാഡൽഫി കോറിഡോറിലേക്ക് എത്തിയത്, റെഡ് ക്രോസിന് ആ ബന്ദികളെ കൈമാറിയത്. അതിനുശേഷം ഈ ഭീകരന്മാർ ഗാസ തെരുവുകളെ കീഴടക്കുകയായിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസ തെരുവുകളിൽ നിന്ന് താൽക്കാലികമായി ഇസ്രായേലി സേന പിൻവാങ്ങിയിരുന്നു. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഗാസയുടെ തെരുവുകളിൽ ഹമാസിന്റെ ഭീകരന്മാർ അതിക്രമം അഴിച്ചുവിടുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. സാധാരണക്കാരായ പാലസ്തീനികളെ, നിരപരാധികളായ പാലസ്തീനികളെ വെടിവെച്ചു കൊന്നു. അതിന് പറഞ്ഞ കാരണം ഇസ്രായേലി സേനയ്ക്ക് അവർ ഹമാസിനെ ഒറ്റിക്കൊടുത്തു എന്നായിരുന്നു. ഇസ്രായേലി സേനയ്ക്കൊപ്പം ചേർന്ന് ഹമാസിന്റെ ഒളിയിടങ്ങൾ കാട്ടിക്കൊടുത്തു എന്ന അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് നിരപരാധികളായ പാലസ്തീനികളെ തെരുവിലിട്ട് പട്ടിയെപ്പോലെ വെടിവെച്ച് കൊന്നത്. അങ്ങനെ ഹമാസിന്റെ ക്രൂരതകൾ ഓരോ ദിവസങ്ങളായി വർദ്ധിച്ചു വരുന്നു. ഒടുവിൽ ഗാസയിലെ ജനങ്ങൾ ഹമാസിനെ ശപിച്ചുകൊണ്ട് ഇസ്രായേലി സേനയ്ക്ക് വേണ്ടി കേഴുന്ന അവസ്ഥയും ഉണ്ടായി. ആർക്ക് വേണ്ടിയാണോ ഇത്രയും ദിവസം ഹമാസിലെ ജനത കാത്തിരുന്നത്, അവരിൽ നിന്ന് തന്നെ അവർക്ക് ഗുരുതരമായ ക്രൂരമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഹമാസിന്റെ ശപിക്കപ്പെട്ട ജന്മങ്ങൾ തങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുമെന്ന് കരഞ്ഞുകൊണ്ട് പാലസ്തീനികൾ പറയുന്ന കാഴ്ചകളും ഗാസയിൽ അരങ്ങേറി. അതിനിടെ ആ ഘട്ടത്തിലാണ് വെടിനിർത്തൽ കരാറിലെ സുപ്രധാനമായ ഒരു നിബന്ധന
ഹമാസ് അട്ടിമറിച്ചു എന്ന ഗുരുതരമായ ആരോപണം ബെഞ്ചമിൻ നെതന്യാഹു ഉന്നയിക്കുന്നത്. കരാർ പ്രകാരം ആദ്യ ദിവസത്തിൽ 3 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. ആ 3 ബന്ദികളുടെ പട്ടിക നേരത്തെ ലഭിച്ചിരുന്നു. ആ 3 ബന്ദികളുടെ പട്ടിക സംബന്ധിച്ച് തന്നെ ചില സംശയങ്ങളും ചില കൺഫ്യൂഷൻസും ഉണ്ടായിരുന്നു. എങ്കിലും അവസാന നിമിഷം 3 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. 3 വനിതാ ബന്ദികളെയാണ് മോചിപ്പിച്ചത്. അതിന് പിന്നാലെ 7-ാം ദിവസമായ ശനിയാഴ്ച 4 ബന്ദികളെ മോചിപ്പിക്കണമെന്നായിരുന്നു കരാറിലെ നിബന്ധന. ആ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഇസ്രായേൽ തന്നെ നേരത്തെ ഹമാസിന് നൽകിയിരുന്നു. അതിലേറ്റവും പ്രധാനം ആർബേൽ യഹൂദിൻ്റെ മോചനമായിരുന്നു. അതുകൂടാതെ തന്നെ 4 സിവിലിയൻ സ്ത്രീകളെയാണ് മോചിപ്പിക്കേണ്ടതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോട് കൂടിയാണ് മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളുടെ വിശദാംശങ്ങൾ ഹമാസ് പുറത്തുവിട്ടത്. 4 വനിതാ സൈനികർ, ഇസ്രായേലി സൈനികരെയാണ് മോചിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതോടുകൂടി ഹമാസ് വെടിനിർത്തൽ കരാർ അട്ടിമറിച്ചു എന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തി. ഇസ്രായേലി സെക്യൂരിറ്റി ക്യാബിനറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തു. തുടർ നടപടികൾ എന്ത് വേണമെന്നത് സംബന്ധിച്ച് സെക്യൂരിറ്റി ക്യാബിനറ്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന് നിർദ്ദേശം നൽകി. അതിൽ സുപ്രധാനമായിരുന്നത് ഈ ബന്ദിമോചന കരാർ അട്ടിമറിച്ച ഹമാസ് നടപടിക്കെതിരെ ശക്തമായ നീക്കം ഇസ്രായേൽ നടത്തണം. അതിൻ്റെ ഭാഗമായി 4 ബന്ദികൾ കൂടി മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലി സൈന്യം നെറ്റ്സാരിം ഇടനാഴിയുടെ വടക്കൻ പകുതിയിൽ നിന്ന് പിന്മാറണമെന്നായിരുന്നു കരാറിലെ നിബന്ധന. അതായത് നെറ്റ്സാരിം ഇടനാഴിയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ഏറെ ദൂരത്തേക്ക് ഇസ്രായേലി സേന പിന്മാറണം. അതിന് പിന്നാലെ പാലസ്തീനികളെ തീര റോഡ് വഴി വടക്കൻ ഗാസയിലേക്ക് പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു ഈ കരാറിലെ പ്രധാന നിബന്ധന. എന്നാൽ ഹമാസ് ഏകപക്ഷീയമായി ഈ കരാർ അട്ടിമറിച്ച സ്ഥിതിക്ക്, കരാറിനെ മാറ്റിമറിച്ച സ്ഥിതിക്ക് ഇനി നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന ഉടനൊന്നും പിന്മാറില്ല. അതുമാത്രവുമല്ല, തീരദേശ റോഡ് വഴി ഗാസാവാസികളെ, പാലസ്തീനികളെ വടക്കൻ ഗാസയിലേക്ക് പോകാൻ അനുവദിക്കില്ല. വടക്കൻ ഗാസയിലേക്കുള്ള ഗാസാവാസികളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ. ഗാസ വീണ്ടും ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. ഹമാസിനെതിരെ അതിഗുരുതരമായ ആക്ഷേപവും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ വെടിനിർത്തൽ കരാർ ഹമാസ് അട്ടിമറിച്ചിരിക്കുന്നു. ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ഹമാസ് നൽകിയ ഉറപ്പ് ഹമാസ് പാലിച്ചിട്ടില്ല. ഹമാസ് സിവിലിയൻസിനെ വിട്ടയക്കാമെന്ന് വിട്ടയച്ചത് ഇസ്രായേലി വനിതാ സൈനികരെയാണ്. അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് കരുതി, ജീവൻ ആപത്തുണ്ടാകുമെന്ന് കരുതി കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും തന്നെ തങ്ങളുടെ നിലപാട് ഇസ്രായേൽ വ്യക്തമാക്കിയില്ല. 4 ഇസ്രായേലി ബന്ദികൾ സൈനികർ രാജ്യത്തേക്ക് മടങ്ങിയെത്തിയതിന് പിന്നാലെ ഹമാസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. വടക്കൻ ഗാസയിലേക്ക് പാലസ്തീനികളെ പ്രവേശിപ്പിക്കില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വലിയ പ്രസ്താവന വന്നിരിക്കുന്നു. നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറില്ലെന്ന ശക്തമായ നിലപാട് കൂടി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നു. ഗാസയിലിട്ട് ഹമാസ് ഭീകരന്മാരെ തീർക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ബന്ദികളുടെ ഒളിയിടം സംബന്ധിച്ച കൃത്യമായ കാര്യങ്ങൾ ഇസ്രായേലി സേന മനസ്സിലാക്കിയിരിക്കുന്നു. ഗാസയിൽ പുറത്തിറങ്ങിയ ഹമാസിന്റെ ഭീകരന്മാരെ തീർക്കാൻ യുദ്ധം വീണ്ടും ആരംഭിക്കണമെന്ന നിർദ്ദേശമാണ് മൊസാദും ഷിൻബെറ്റും നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും യുദ്ധത്തിലേക്ക് കുതിക്കാനുള്ള നീക്കമാണോ ഇസ്രായേലിൻ്റെതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.